ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ PYQ ഡിസ്കഷൻ്റെ 17ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ LDC ആലപ്പുഴ പാലക്കാട് ജില്ലയിലെ ചോദ്യപേപ്പറും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം: ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി ഏതാണ്? ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി ഏതാണ്? നാങ്കിങ് ഉടമ്പടി, ഷാങ്കായ് ഉടമ്പടി, യാങ്സി ഉടമ്പടി, യനാനൻ ഉടമ്പടി. അപ്പോൾ ഏതാണ് ഉത്തരം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ ആണ്, നാങ്കിങ് ഉടമ്പടിയാണ്. കറുപ്പ് യുദ്ധം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ ചൈനയും ബ്രിട്ടനും തമ്മിലാണ് കറുപ്പ് യുദ്ധം നടന്നത്. ഒന്നാം കറുപ്പ് യുദ്ധം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1839 മുതൽ 1842 വരെയാണ് ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത്. ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കാന്റൺ കറുപ്പ് പാർട്ടിയായിരുന്നു. ഓർത്തു വെച്ചോ, ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് കാന്റൺ കറുപ്പ് പാർട്ടിയായിരുന്നു. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഹോങ്കോങ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹോങ്കോങ് ആണ്. 1997 ചൈനയ്ക്ക് ഹോങ്കോങ് തിരികെ ലഭിച്ചു. നാങ്കിങ് ഉടമ്പടി പ്രകാരം ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിക്കുകയും ചെയ്തു. രണ്ടാം കറുപ്പ് യുദ്ധം വീണ്ടും തുടങ്ങി. അത് 1856 മുതൽ 60 വരെയായിരുന്നു രണ്ടാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പോയിന്റ് ആണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയാം. അതായത് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് നാങ്കിങ് ഉടമ്പടിയാണ്. കറുപ്പ് യുദ്ധം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, ചൈനയും ബ്രിട്ടനും തമ്മിലാണ് കറുപ്പ് യുദ്ധം നടന്നത്. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ വർഷം എന്നാന്ന് ചോദിച്ചാൽ 1839 മുതൽ 1842 വരെയാണ് ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്താന്ന് ചോദിച്ചാൽ കാന്റൺ കറുപ്പ് പാർട്ടിയായിരുന്നു. വേണമെങ്കിൽ ചോദിക്കാം, താഴെ പറയുന്നവയിൽ ഒന്നാം കറുപ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നൊക്കെ ചോദിച്ചു വേണമെങ്കിൽ ഇങ്ങനെ ചോദ്യം വരാം. കറുപ്പ് യുദ്ധം നടന്നത് ചൈനയും ബ്രിട്ടനും തമ്മിൽ. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1839 മുതൽ 1842 വരെ. ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കാന്റൺ കറുപ്പ് പാർട്ടിയായിരുന്നു. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശം ഹോങ്കോങ് ആണ്. ഇത്രയും പ്രസ്താവനയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ വേണമെങ്കിൽ താഴെ എന്താണ് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതായിരിക്കും അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രീതിയിലും ചോദ്യകർത്താവ് ചോദ്യങ്ങൾ നമുക്ക് തരാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഇനി 1997 ചൈനയ്ക്ക് ഹോങ്കോങ് തിരികെ ലഭിക്കുകയും നാങ്കിങ് ഉടമ്പടി പ്രകാരം ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ചു. രണ്ടാം കറുപ്പ് യുദ്ധം നടന്നത് 1856 മുതൽ 1860 വരെയായിരുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഓക്കെ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്നതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്. അപ്പോൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അതർവൈസ് നോൺ എസ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അപ്പോൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്നതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ശ്രദ്ധിക്കുക, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖലകളാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും അതേപോലെ തന്നെ 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദ മേഖലകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദ മേഖലകളാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല.
ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂടുപിടിച്ചുയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന് സ്വാധീനത്താൽ ഉപോഷ്ണ ഉച്ചമേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു. അതിനാൽ ഈ മേഖലയിലുടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. അപ്പോൾ ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂടുപിടിച്ചുയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും ഇത് താഴുന്നു. അതിനാൽ ഈ മേഖലയിലുടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. ഓക്കെ, ഇനി ഹോഴ്സ് ലാറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ ആ പേരിന്റെ ഉൽപ്പത്തിയും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ടുകാലത്ത് കപ്പലുകൾ പായ കെട്ടിയാണ് ഓടിച്ചിരുന്നത്. നമുക്കറിയാം പണ്ടത്തെ കപ്പലുകളൊക്കെ പായ്ക്കപ്പലുകൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മുടെ വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് കാലുകുത്തുന്നതിനായിട്ട് സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന ആ ഒരു കപ്പലിൽ വന്നത് അന്ന് പായ്ക്കപ്പലിലാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോം മാനുവൽ എന്ന് പറയുന്ന രാജാവിന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്നത് നമ്മുടെ വാസ്കോഡ ഗാമ ഇങ്ങോട്ടേക്ക് വരുമെന്നും തിരിച്ച് അങ്ങോട്ടേക്ക് 10 മടങ്ങ് സ്വത്തുമായിട്ട് പോകുമെന്നൊന്നും യാതൊരു ഉണ്ടായില്ല, പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, ഇവയൊക്കെ അന്ന് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഈ കപ്പലുകളൊക്കെ പായ്ക്കപ്പൽ കൊണ്ടാണ്. അപ്പൊ കാറ്റിന്റെ ദിശ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ കപ്പലുകൾ നീങ്ങുന്നത്. അവരുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു കോമ്പസ് മാത്രമാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ പറയുന്ന കപ്പലുകൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ വരാതിരിക്കാം, എന്തും സംഭവിക്കാം. ഇതൊക്കെ എന്താണ്, ഒരു ഭാഗ്യപരീക്ഷണം മാത്രമായിരുന്നു ഓരോ സ്ഥലങ്ങളിലേക്ക് ഉള്ള കപ്പൽ യാത്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പണ്ട് കാലത്ത് കപ്പലുകൾ പായ കെട്ടിയാണ് ഓടിച്ചിരുന്നത്. യൂറോപ്പിൽ നിന്നും അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്ക് സാധനങ്ങളുമായി പോയിരുന്ന കപ്പലുകൾക്ക് തിരശ്ചീന തലത്തിലെ കാറ്റിന്റെ അഭാവം കാരണം 30 ഡിഗ്രി ഉത്തര അക്ഷാംശത്തോട് ചേർന്നുള്ള ഭാഗം കടക്കാനായിട്ട് പ്രയാസമായിരുന്നു. ആ ഒരു സമയത്ത് കപ്പലിന്റെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി കുതിരകളെ കടലിൽ ഇറക്കിയതിനു ശേഷം കപ്പൽ യാത്ര തുടരുമായിരുന്നു. കുതിരകളെ കടലിൽ ഇറക്കേണ്ടി വരുന്ന ഈ നിർവാത മേഖലയ്ക്കാണ് പിന്നീട് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന പേര് വന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പണ്ട് കാലത്ത് കപ്പലുകൾ പായ കെട്ടി ഓടിച്ചിരുന്നു. യൂറോപ്പിൽ നിന്ന് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്ക് സാധനങ്ങളുമായി പോയിരുന്ന കപ്പലുകൾ തിരശ്ചീന തലത്തിലെ കാറ്റിന്റെ അഭാവം കാരണം 30 ഡിഗ്രി ഉത്തര അക്ഷാംശത്തോട് ചേർന്നുള്ള ഭാഗം കടക്കാൻ പ്രയാസമായിട്ട് വന്നു. ആ ഒരു സമയത്ത് കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി കുതിരകളെ കടലിലേക്ക് ഇറക്കിയതിനു ശേഷം കപ്പൽ യാത്ര തുടരുന്നു. ഇങ്ങനെ കുതിരകളെ എന്ത് ചെയ്യുന്നു, കടലിൽ ഇറക്കേണ്ടി വരുന്ന ആ ഒരു നിർവാത മേഖലയ്ക്ക് പറയുന്ന പേരായിരുന്നു മക്കളെ എന്ത്, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഓക്കെ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്ന മർദ്ദമേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അതായത് 30 ഡിഗ്രി നോർത്താണ് ഈ പറയുന്ന ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, അതായത് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇനി നിർവാത മേഖല എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഡോൾഡ്രംസ് എന്നാണ് അറിയപ്പെടുന്നത് നിർവാത മേഖല. അതായത് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. പണ്ട് പായ്ക്കപ്പലുകൾ സഞ്ചരിക്കുന്ന യാത്രകൾ ഭയപ്പെട്ടിരുന്ന മേഖലയാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് കൊണ്ട് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകൾ ഇല്ലാത്ത ഈ മേഖല അറിയപ്പെടുന്നതാണ് നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് കൊണ്ട് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ കാറ്റുകൾ തീരെ ദുർബലമാണ്. അങ്ങനെ കാറ്റൊന്നുമില്ലാത്ത ആ ഒരു മേഖല അറിയപ്പെടുന്നതാണ് നിർവാത മേഖല, അതർവൈസ് നോൺ എസ് ഡോൾഡ്രംസ് എന്ന പേരിൽ. ഓക്കെ, ഭൂമധ്യരേഖയ്ക്ക് 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദ മേഖലകളാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദ മേഖലകളാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകളുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്രഭാവത്തിന് പറയുന്ന പേരാണ് കോറിയോലിസ് ബലം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകളുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്രഭാവം അറിയപ്പെടുന്നതാണ് കോറിയോലിസ് ബലമെന്ന്. ധ്രുവപ്രദേശത്ത് അനുഭവപ്പെടുന്ന മർദ്ദമേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഏറ്റവും കുറച്ച് താപം ലഭിക്കുന്ന മർദ്ദമേഖലയാണ്
ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അതായത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റിലാണ് ഏറ്റവും കുറച്ച് താപം ലഭിക്കുന്ന മർദ്ദമേഖല അറിയപ്പെടുന്നതാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജോഗ്രഫിയുടെ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു സ്ട്രക്ചർ വെച്ച് ഓരോ ഇക്വറ്റോറിയൽ ഇക്വറ്റോറിയലും അതേപോലെ തന്നെ ഈ പറയുന്ന ഉത്തര പർവ്വത ഇങ്ങനെ ഓരോന്നും നമുക്ക് എടുത്ത് പഠിച്ചു പോകാം. ഇപ്പം അതിനുള്ള ടൈമില്ല, അതുകൊണ്ട് നമുക്ക് ഓടിച്ചങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതായത് നിലവിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖലകളാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ചുയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ ഉച്ചമേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു. അതിനാൽ ഈ മേഖലയിലുടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. എന്താണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന പേരിന്റെ ഉൽപ്പത്തി എന്ന് നമ്മൾ പറഞ്ഞു. പണ്ടുകാലത്ത് കപ്പലുകൾ പായ കെട്ടിയാണ് ഓടിച്ചിരുന്നത്. യൂറോപ്പിൽ നിന്ന് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്ക് സാധനങ്ങളുമായി വരുന്ന കപ്പലുകൾക്ക് തിരശ്ചീന തലത്തിലെ കാറ്റിന്റെ അഭാവം 30 ഡിഗ്രി ഉത്തര അക്ഷാംശത്തോട് ചേർന്നുള്ള ഭാഗം കടക്കാൻ പ്രയാസമായിരുന്നു. കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി കുതിരകളെ കടലിലിറക്കിയതിനു ശേഷം കപ്പൽ യാത്ര തുടരുമായിരുന്നു. കുതിരകളെ കടലിലിറക്കേണ്ടി വരുന്ന ഈ നിർവാത മേഖലയ്ക്ക് പറയുന്ന പേരായിരുന്നു ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി നോർത്ത്. നിർവാത മേഖല ഡോൾഡ്രംസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. അതായത് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. പണ്ട് പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർ ഭയപ്പെട്ടിരുന്ന ഒരു മേഖലയാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് കൊണ്ട് തന്നെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകളില്ലാത്ത ഈ മേഖല അറിയപ്പെടുന്നതാണ് നിർവാത മേഖല എന്നുള്ളത്. ഭൂമധ്യരേഖ 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖലകളാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകളുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്രഭാവമാണ് കോറിയോലിസ് ബലം. ധ്രുവപ്രദേശത്ത് അനുഭവപ്പെടുന്ന മർദ്ദമേഖല ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഏറ്റവും കുറച്ച് താപം ലഭിക്കുന്ന മർദ്ദമേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തമായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? അതായത് സൂര്യനും ഭൂമിയും അടുത്തതായി കാണപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് പെരിഹീലിയൻ. സൂര്യനും ഭൂമിയും അകലെയായി കാണപ്പെടുന്ന ആ ഒരു അവസ്ഥ, സൂര്യനും ഭൂമിയും നേർരേഖയിൽ കാണപ്പെടുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം നമ്മൾ കാലാകാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ട് വരുന്ന ആ ഒരു സംഭവമാണ് പെരിഹീലിയനും അതേപോലെ തന്നെ അപ്ഹീലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സൂര്യനും ഭൂമിയും അടുത്തതായി കാണുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെരിഹീലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ അകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. സൂര്യനും ഭൂമിയും അടുത്തും അകന്നും. ഓക്കെ, ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റമുണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം, അതായത് പെരിഹീലിയൻ. ഈ പെരിഹീലിയൻ ഡേ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി 3 പെരിഹീലിയൻ ഡേ എന്ന് പറയുന്നത്. അതായത് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നത്, മക്കളെ ശ്രദ്ധിക്കുക, ഭൂമി സൂര്യനോട് അടുത്ത് വരുന്നതിനെയാണ് പെരിഹീലിയൻ, അതായത് ജനുവരി 3 പെരിഹീലിയൻ ഡേ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം, അതർവൈസ് നോൺ ആസ് പെരിഹീലിയൻ ഡേ, ജനുവരി 3 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം, അതായത് പെരിഹീലിയൻ ഡേ, ജനുവരി 3. സൂര്യ സമീപ ദിനത്തില് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൂര്യ സമീപ ദിനത്തില് സൂര്യനും അതേപോലെ തന്നെ ഭൂമിയും തമ്മിലുള്ള അകലം 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്നു പോകുന്ന ദിനം എന്നാ ചോദിച്ചാൽ അതാണ്
സൂര്യ വിദൂര ദിനം അല്ലെങ്കിൽ സൂര്യോച്ചം എന്നാണ് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, അപ്ഹീലിയൻ എന്ന് പറയുന്നത്. അത് ജൂലൈ 4. അപ്പോൾ രണ്ടും ഓർത്തു വയ്ക്കുക. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നു. ഭൂമി സൂര്യനോട് അടുത്ത് വന്നാൽ അത് സൂര്യ സമീപ ദിനം, അതായത് പെരിഹീലിയൻ ഡേ ആണ്. അപ്പോൾ പെരിഹീലിയൻ ഡേ ജനുവരി 3. ഓക്കെ, അപ്പൊ അടുത്ത് വരുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വന്ന അതെന്താണ്, പെരിഹീലിയൻ ആണ്. ജനുവരി 3 മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PYQ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന പോലെ പെരിഹീലിയനും അപ്ഹീലിയൻ ഡേ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ മക്കളെ ഇങ്ങനെയും പഠിക്കണം, സൂര്യ സമീപ ദിനം, അല്ലെങ്കിൽ അവസാനം ഈ പറയുന്ന പെരിഹീലിയന് പകരം ചോദിക്കുന്നത് സൂര്യ സമീപ ദിനം എന്നുള്ള ലെവലിലായിരിക്കും ചോദിക്കണേ. സൂര്യ സമീപ ദിനത്തില് ഭൂമി സൂര്യനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നോ അല്ലെങ്കിൽ അകലെ സ്ഥിതി ചെയ്യുന്നോ, അല്ലെങ്കിൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അപ്പോൾ സൂര്യ സമീപ ദിനത്തിനെയാണ് നമ്മൾ പെരിഹീലിയൻ ശ്രദ്ധിക്കുക, സൂര്യ സമീപ ദിനം പെരിഹീലിയൻ. ഓക്കെ, അത് ജനുവരി 3. അപ്പൊ എന്താ, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നു. ഭൂമി സൂര്യനോട് അടുത്ത് വരുന്നത് പെരിഹീലിയൻ. ഇനി ഭൂമി എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്നു പോകുന്ന ദിനം. ഓക്കെ, അപ്പോൾ ഭൂമി എന്താണ്, സൂര്യനിൽ നിന്ന് അകന്നാണ് പോകുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അപ്ഹീലിയൻ എന്ന് പറയുന്നത്. അതായത് സൂര്യ വിദൂര ദിനം. അപ്പോൾ ഒന്ന് സമീപ ദിനം, ഒന്ന് വിദൂര ദിനം. വിദൂര ദിനം എന്ന് പറയുന്നതാണ് അപ്ഹീലിയൻ. അത് ജൂലൈ 4 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ പെരിഹീലിയനും അപ്ഹീലിയനും. പെരിഹീലിയൻ എന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ജനുവരി 3. അപ്ഹീലിയൻ എന്ന് പറയുന്നത് എന്നാണ്, ജൂലൈ 4. പെരിഹീലിയൻ ജനുവരി 3. ഓക്കെ, അപ്പോൾ ജനുവരി 3 പെരിഹീലിയൻ. അതേപോലെ തന്നെ ജൂലൈ 4 അപ്ഹീലിയൻ എന്ന് പറയുന്നത്. പെരിഹീലിയൻ ഡേ എന്ന് പറയുമ്പോൾ സൂര്യ സമീപ ദിനമാണ്, അതായത് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നു. ഇനി അപ്ഹീലിയൻ എന്ന് വെച്ചാലോ, ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു പോകുന്ന ദിവസമാണ് അപ്ഹീലിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. സൂര്യ വിദൂര ദിനത്തിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 152 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ സൂര്യവിദൂര ദിനത്തില് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. പരിക്രമണ വേളയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലാകുന്ന ദിവസങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. അപ്പോൾ പരിക്രമണ വേളയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലാവുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മാർച്ച് 21 സെപ്റ്റംബർ 23. മാർച്ച് 21 സെപ്റ്റംബർ 23. അപ്പോൾ ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് സാന്ദ്രീകരണം, ചാലകം, ജലപാതം, ആർദ്രത. ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷൻ ഡി ആണ് ആർദ്രത. ഉത്തരം ആർദ്രതയാണ്. അന്തരീക്ഷത്തിലെ ജലാംശം അറിയപ്പെടുന്നതാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആർദ്രത എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലെ ജലാംശം അറിയപ്പെടുന്നതാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവാണ് ആർദ്രത. അന്തരീക്ഷ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താപനില, ജലലഭ്യത, അന്തരീക്ഷ സ്ഥിതി, അതായത് വരണ്ട വായു, ആർദ്രവായു. ഓക്കെ, അപ്പോൾ അന്തരീക്ഷ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താപനില, ജലലഭ്യത, അന്തരീക്ഷ സ്ഥിതി. ഇനി വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. കേവല ആർദ്രത ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എങ്ങനെയാണ് അളക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവല ആർദ്രത ഒരു ക്യൂബിക് മീറ്റർ വായുവില് എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകത്തിലാണ് കണക്കാക്കുന്നത്. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവും ആ സമയത്ത് അന്തരീക്ഷ വായുവിലുള്ള നീരാവിയുടെ അളവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവും ആ സമയത്ത് അന്തരീക്ഷ വായുവിലുള്ള നീരാവിയുടെ അളവും തമ്മിലുള്ള
അനുപാതമാണ് ആപേക്ഷിക ആർദ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ആപേക്ഷിക ആർദ്രത സമുദ്രത്തിന് മുകളിൽ കൂടുതലും വൻകരകളുടെ മുകളിൽ കുറവുമാണ് അനുഭവപ്പെടുന്നത്. പൂരിതാവസ്ഥയിൽ ആപേക്ഷിക ആർദ്രത 100% താപവ്യത്യാസം കൂടുതലാകുമ്പോൾ ആപേക്ഷിക ആർദ്രത കൂടുതലായിരിക്കും എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അന്തരീക്ഷം നമ്മൾ പറഞ്ഞു, നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിന്റെ അളവിനെയാണ് നമ്മൾ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ ജലാംശം അറിയപ്പെടുന്നതാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവിനെയാണ് ആർദ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്തരീക്ഷ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താപനില, ജലലഭ്യത, അന്തരീക്ഷ സ്ഥിതി. ഇനി വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത. കേവല ആർദ്രത ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പമാണ് എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത്. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവും ആ സമയത്ത് അന്തരീക്ഷ വായുവിലുള്ള നീരാവിയുടെ അളവും തമ്മിലുള്ള അനുപാതം ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നാണ് പറയുന്നത്. ആപേക്ഷിക ആർദ്രത സമുദ്രത്തിന് മുകളിൽ കൂടുതലും വൻകരയുടെ മുകളിൽ കുറവുമാണ് അനുഭവപ്പെടുന്നത്. പൂരിതാവസ്ഥയിൽ ആപേക്ഷിക ആർദ്രത 100% താപവ്യത്യാസം കൂടുതലായിരിക്കുമ്പോൾ ആപേക്ഷിക ആർദ്രത കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എവിടെയാണ്? ഹൈദരാബാദാണ്. ഓക്കെ, അപ്പോൾ റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവനയായ നമ്മുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഡോസ് പ്രവർത്തിക്കുന്ന സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനമാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദ്. ഓക്കെ, അപ്പോൾ നിലവിൽ ഈ പറയുന്ന കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ കീഴിലുള്ള ഡോസ് പ്രവർത്തിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? ഈ പറയുന്ന നമ്മുടെ ഹൈദരാബാദാണ്. ഇന്ത്യയിൽ വിദൂര സംവേദന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കേന്ദ്രങ്ങളാണ് NRSC എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വിദൂര സംവേദന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കേന്ദ്ര സ്ഥാപനത്തെയാണ് NRSC എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വിദൂര സംവേദന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കേന്ദ്ര സ്ഥാപനമാണ് NRSC. ഹൈദരാബാദിലെ NRSC ISROയുടെ ഭാഗമായി എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ കേന്ദ്രമാക്കിയ വർഷമാണ് 2008. അപ്പോൾ ഹൈദരാബാദിലെ NRSCയെ ISROയുടെ ഭാഗമായി എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ കേന്ദ്രമാക്കിയ വർഷമാണ് 2008. ആദ്യകാലത്ത് NRSA എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥാപനമാണ് NRSC. അപ്പോൾ ആദ്യകാലത്ത് NRSA എന്ന് അറിയപ്പെട്ടിരുന്നു, പിന്നീട് അത് NRSC ആയി. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപകരണങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയെല്ലാം പൂർണ്ണമായി ചുമതലയുള്ള സ്ഥാപനമാണ് NRSC. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപകരണങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയെല്ലാം പൂർണ്ണമായുള്ള ചുമതലയുള്ള സ്ഥാപനമാണ് NRSC. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ബംഗളൂരാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബംഗളൂരാണ്. ISROയുടെ പ്രധാന കേന്ദ്രമായ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം VSSCയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് IIRSന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഡെറാഡൂൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളൂ. പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. അതായത് ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാക്കിയ ഇന്ത്യൻ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ബംഗളൂരാണ്. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ കീഴിൽ ഡോസ് അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് പ്രവർത്തിക്കുന്ന സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനമാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദ്. ഇന്ത്യയിൽ വിദൂര സംവേദന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കേന്ദ്രങ്ങളാണ്
NRSC. NRSC ISROയുടെ ഭാഗമായി എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ കേന്ദ്രമാക്കിയ വർഷം 2008. ആദ്യകാലത്ത് NRSA എന്ന അറിയപ്പെട്ടിരുന്നു, ഇന്ന് NRSC തന്നെയാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISRO മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ISRO എന്നാണ് നിലവിൽ വന്നതെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഒത്തിരി തവണ PSC ചോദിച്ചൊരു വർഷമാണ്. അപ്പോൾ എന്നാണ് ISRO നിലവിൽ വന്നത് എന്നുള്ളത് നിങ്ങളുടെ ഉത്തരം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ISROയുടെ പ്രധാന കേന്ദ്രമായ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഡെറാഡൂൺ ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ക്ലാസ് വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിന്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സും നമ്മുടെ കണ്ടിന്യൂസ് സീരീസ് ആണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓരോ ക്ലാസ്സും കണ്ടു കഴിഞ്ഞാലുടൻ ഈ ക്ലാസ്സിന്റെ തന്നെ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ വൈകിട്ട് 9 മണിക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബോർഡിൽ കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നമുക്ക് വീക്കിലി റിവിഷൻ ഉണ്ട്, അതിൽ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇനി വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളും കാര്യങ്ങളൊക്കെ മോഡൽ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഒപ്പം വേണം. കിടിലമായി തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകളിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.